ഇസ്രായേലിനെതിരെ കടലിൽ ആക്രമണം തുടരുകയാണ് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ. ചെങ്കടലിൽ ഹൂതികൾ ഏറ്റവും ഒടുവിൽ ആക്രമിച്ചത് ഗ്രീക്ക് ചരക്ക് കപ്പലിനെയാണ്. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീപിടിച്ചു. ഏതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹൂതികൾ ആക്രമിച്ച സാവനിയൻ എണ്ണക്കപ്പൽ. ഇസ്രായേൽ പിടിച്ചെടുത്ത പലസ്തീൻ്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുതെന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും അതിനാലാണ് ആക്രമണമെന്നുമാണ് ഹൂതി വിമതരുടെ വാദം. ഓഗസ്റ്റ് 23 മുതൽ ഗ്രീസിൻ്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സാവനിയനിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിൻ്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിറ്റേഴ്സ് പുറത്തുവിട്ടു. കപ്പലിൽ 1,50,000 ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നതെന്നും ഇത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. തീ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം. നേരത്തെ ഗസയിൽ നടക്കുന്ന ഇസ്രായേലിൻ്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു. ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മൂലം സൂയസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതമാവുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിൽ 2 കപ്പലുകളാണ് കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് തകർക്കപ്പെട്ടത്. അതിനിടെ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകി മുന്നോട്ടു പോവുകയാണ് ലെബനൻ സായുധ സേനയായ ഹിസ്ബുള്ള. അതിശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ വടക്കൻ ഇസ്രായേലിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഹിസ്ബുള്ള ആക്രമണം ശക്തമായതോടെ ഇസ്രായേൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര നടപടികളുടെ തുടക്കം മാത്രമാണിതെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈനിക വക്താക്കൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. തെക്കൻ ലെബനനിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 300-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൗദ് ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായത്.